ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് അടുക്കള വിശേഷങ്ങളോ അങ്ങനെയുള്ള വിശേഷങ്ങളും കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നമുക്ക് എന്താന്ന് വെച്ചാല് നമ്മുടെ വീട്ടില് വിളക്കൊക്കെ ഇല്ലേ, നിലവിളക്കും അതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ക്ലീൻ ചെയ്യാന് നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കുമല്ലോ. പുളിവെള്ളം അതും ഇതും എന്തൊക്കെയോ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യാറ്. പക്ഷെ ഇതെന്ന് വെച്ചാലില്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്കിന്ന് ഈ വിളക്കുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് വിളക്കൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഡെയിലി വിളക്ക് വെക്കുന്ന ചെറിയ വിളക്കാണ് കേട്ടോ. ഇത് പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ എടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കട്ടെ എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് ക്ലീൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചാല്, നമുക്ക് ലിക്വിഡ് വേണം കേട്ടോ. നമ്മൾ പാത്രം തേക്കുന്ന ലിക്വിഡ് ഇല്ലേ, അത് ഏതായാലും കുഴപ്പമില്ല, വിമ്മിന്റെയാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പ്രില്ല് പിന്നെ എക്സോ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതുപോലെ ഒരു കുറച്ച് ലിക്വിഡ് വേണം കേട്ടോ. നമ്മൾ പാത്രം തേക്കുന്ന ലിക്വിഡ് വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു നാരങ്ങ വേണം കേട്ടോ. നാരങ്ങ ഇതവിടെ പകുതി മുറിച്ചതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് എടുക്കാം. അപ്പൊ ഈ ഒരു പകുതി നാരങ്ങയും ഈ ലിക്വിഡും രണ്ടും കൂടി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് വൃത്തിയാക്കാം. അതാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ ലിക്വിഡും പിന്നെ നാരങ്ങയും കൂടി പിഴിഞ്ഞ് സെറ്റാക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഇത്രയും ലിക്വിഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് ഈ നാരങ്ങ നന്നായി പിഴിഞ്ഞു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഇനി നമുക്കൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ടൊരു ലിക്വിഡ് ആവട്ടോ. അതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിക്കാം കേട്ടോ. സ്റ്റീലിന്റെ തന്നെ വേണം കേട്ടോ, അപ്പോഴേ നല്ല ക്ലീൻ ആവുള്ളൂ. അപ്പൊ നമുക്കൊരു സ്റ്റീൽ സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ട് ഈ വിളക്കിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പൊ അത് നന്നായി പതയിട്ടിട്ട് നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ചപ്പോൾ നല്ലൊരു നമുക്ക് തേക്കാൻ പറ്റിയ ഒരു പാകത്തിലുള്ളൊരു ജെല്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വിളക്കിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച്, നമ്മൾ സാധാ പാത്രമൊക്കെ തേച്ച് കഴുകില്ലേ, അതുപോലെ തന്നെ നമുക്ക് തേച്ച് കഴുകിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഈ നാരങ്ങ നീരും പിന്നെ ഈ വിമ്മിന്റെ ലിക്വിഡും കൂടി ഉപയോഗിച്ചിട്ട് വിളക്കിൽ നന്നായിട്ടൊന്ന് തേച്ച് കഴുകാം കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ സാധാ പാത്രം തേച്ച് കഴുകില്ലേ, അതേപോലെ തന്നെ മതി കേട്ടോ. ഒരുപാട് പ്രയാസപ്പെട്ട് നമ്മൾ പുളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തേക്കില്ലേ, ഒരുപാട് എന്താ പറയാ ബലം പ്രയോഗിച്ച് അങ്ങനെ തേക്കേണ്ട ആവശ്യമില്ല. സാധാ നമ്മൾ പാത്രങ്ങൾ എങ്ങനെ കഴുകുക അതേപോലെ തന്നെ നമുക്കൊന്ന് തേച്ച് കഴുകിയാൽ മതി. ഇത് തൊട്ടപ്പോ തന്നെ വിളക്ക് നല്ല ഇതായിട്ടോ, നല്ല ഷൈനിങ് ആയി. ഈ ലിക്വിഡ് അതിൽ പെട്ടപ്പോ തന്നെ അല്ലേ, സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അടിപൊളി ടിപ്പാണ് കേട്ടോ അത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഞാൻ ഇതെല്ലാം ഈ രണ്ട് വിളക്ക് ഇതുപോലെ ഒന്ന് നന്നായി തേക്കട്ടെ കേട്ടോ. ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് തേച്ചാൽ മതി കേട്ടോ. ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ നമ്മൾ പാത്രം തേച്ച് കഴുകുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ലിക്വിഡ് ഇതിൽ തേച്ച് കൊടുക്കാം. നല്ല ഷൈനിങ്ങും തിളക്കവും ഒക്കെ കിട്ടും കേട്ടോ. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ വിളക്കും അതുപോലെ തേക്കാം. ഇത് രണ്ടും ഒന്ന് തേച്ച് വരാം കേട്ടോ. നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ച് വിളക്കിന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പറഞ്ഞാൽ നമ്മൾ സാധാ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അതേ രീതിയിൽ തന്നെ മതി. ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലിക്വിഡ് അത്ര പവർഫുൾ ആണ്. നാരങ്ങയൊക്കെ കൂടി മിക്സ് ആയതുകൊണ്ട് തന്നെ തൊടുമ്പോൾ തന്നെ നല്ല അരികു മൂക്കിലുള്ള ചെളിയൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവിടെയും ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് തേച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് നമുക്ക് എല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. എല്ലാവർക്കും ഈ വിളക്ക് കഴുകുക പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രയാസമുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പൊ ഇത് നമുക്കൊന്ന് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ വിളക്കുകളൊക്കെ നല്ല തിളക്കവും ഷൈനിങ്ങും ഉള്ളതാക്കി മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാ വിളക്കുകളും നന്നായിട്ട് ആ ലിക്വിഡിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കഴുകാനായിട്ട് ഞാൻ ഇതാ പുറത്ത് കൊണ്ടുവന്നു കേട്ടോ. പുറത്താണെങ്കിൽ വിശാലമായിട്ട് വൃത്തിയാക്കാമല്ലോ വിചാരിച്ചിട്ട് പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അപ്പം തന്നെ കഴുകുക, അങ്ങനെ വെയിറ്റ് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി തേച്ച ശേഷം നമുക്ക് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ആ ലിക്വിഡ് മാത്രം മതി. നമ്മൾ പാത്രം തേക്കുന്ന ലിക്വിഡും നാരങ്ങയും പിഴിഞ്ഞിട്ടുള്ള നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതെല്ലാം കൂടി നന്നായി തേച്ച് കൊടുക്കുക. സാധാരണ പാത്രം ക്ലീൻ ചെയ്യുന്ന അതേ രീതിയിലാണ്. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നല്ല പളവളാന്ന് തിളങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഷൈനിങ്ങും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അല്ലാണ്ട് 2-3 പ്രാവശ്യം ചെയ്താലേ അങ്ങനെ ഷൈനിങ് വരും അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് തേച്ച് കഴുകുമ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതാ വിളക്കുകളെല്ലാം നല്ല ക്ലീനായി വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല നമുക്ക് തോന്നുന്ന ഈ വിളക്ക് ക്ലീൻ ചെയ്യൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായി നല്ല വൃത്തിയായിട്ട് നമ്മുടെ വിളക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് ചെമ്പ് പാത്രങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിളക്കൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പല്ലേ, എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.